ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു കടലക്കറിയാണ്. സവാള വറുത്തരച്ച് നല്ല കുറുകിയ ചാറോട് കൂടിയ ഒരു അടിപൊളി കറിയാണിത്. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു 150 ഗ്രാം കടലയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു കുറച്ച് വെള്ളം ഒഴിച്ച് കുതിരാൻ വെക്കണം. ഇതൊരു 6 മണിക്കൂർ കുതിർത്ത കടലയാണ്. നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇത് വലിയൊരു സവാളയാണ്, വളരെ കനം കുറച്ച് അരിഞ്ഞെടുത്തതാണിത്. നമുക്ക് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കണം. ഇതാണ് നമ്മൾ അരപ്പായിട്ട് ഉപയോഗിക്കുന്നത്. കറി ഇപ്പോൾ കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ സവാളയുടെ എണ്ണവും കൂട്ടാം. നല്ല ഗോൾഡൻ നിറം ആകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. സവാള ഇനി കുറച്ചുകൂടി പൊരിയാനുണ്ട്. നമ്മുടെ സവാളയെല്ലാം നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതിനെ കോരി മാറ്റി തണുക്കാൻ വയ്ക്കണം. ഇനി നമുക്ക് പൊടികളൊക്കെ ഒന്ന് വറുത്തെടുക്കണം. ആദ്യം മല്ലിപ്പൊടി 2 സ്പൂൺ ഒന്ന് വറുത്തെടുക്കാം. മല്ലിപ്പൊടി ഇപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട്. കുറച്ച് കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർത്തിട്ടുള്ളത്, 1 സ്പൂൺ. ഇനി സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് 1 സ്പൂൺ ഗരം മസാല പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് തണുത്ത ശേഷം നമുക്ക് നമ്മൾ പൊരിച്ച് വെച്ചിരിക്കുന്ന സവാളയും കൂട്ടി അരച്ചെടുക്കണം. സവാള നമുക്കിപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. കടലയൊക്കെ ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. നമുക്ക് അരച്ച് വെച്ച അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അരപ്പ് വെള്ളം കൂടി ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറി ഇപ്പോൾ നല്ല തിളച്ച് വരുന്നുണ്ട്. കുറച്ചുകൂടി കുറുകണം. നമുക്കിനി ഒരു നുള്ള് കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ കറിയൊക്കെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല കുറുകി വന്നിട്ടുണ്ട്. നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ടത് സവാള വറുക്കുമ്പോൾ ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകരുത്, എങ്കിൽ കറിയിൽ കയ്പ്പിറങ്ങും. കുറച്ച് കടുക് വറുത്ത് ചേർത്തിട്ടുണ്ട്. കടുക് വറുക്കുമ്പോൾ ഞാൻ വെളുത്തുള്ളി കൂടി ചതച്ചിട്ടിട്ടുണ്ട്. ഒരു മണത്തിനായിട്ട് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ് എന്നെ അറിയിക്കുക.